പത്തനംതിട്ട കോന്നി പാറമട അപകടത്തിൽ കുടുങ്ങിക്കിടന്ന രണ്ടാമത്തെയാളുടെ മൃതദേഹം പുറത്തെടുത്തു. ഹിറ്റാച്ചി ഡ്രൈവറായ ബീഹാർ സ്വദേശി അജയ് റായുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഹിറ്റാച്ചിയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. എം മനോജ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രണ്ടാമത്തെ ആളുടെ മൃതദേഹവും പുറത്തെടുത്തിരിക്കുകയാണ് മനോജ്. അതോടൊപ്പം തന്നെ 1.5 മണിക്കൂർ എടുത്ത് പാറ മാറ്റിയതിനു ശേഷമാണ് മൃതദേഹം പുറത്തേക്ക് എടുക്കാൻ സാധിച്ചത്, അല്ലേ? ദേവിക, അല്പസമയം മുമ്പാണ് രണ്ടാമത്തെ ആളുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടെ നിന്നും ഫയർഫോഴ്സിന്റെ, അതായത് പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള സേനാംഗങ്ങൾ ഇവിടേക്ക് ഇറങ്ങി പരിശോധന നടത്തുകയായിരുന്നു. ആദ്യം തന്നെ ഈ ക്യാബിനുള്ളിലായിരിക്കും ഈ അജയ് റോയുടെ മൃതദേഹം എന്നുള്ളത് നേരത്തെ തന്നെ നിഗമനം ഉണ്ടായിരുന്നു. പിന്നീട് അത് പരിശോധനയിലൂടെ വ്യക്തമായി. തുടർന്നാണ് 3 സേനാംഗങ്ങൾ, അതായത് ജിത്തു, അതോടൊപ്പം തന്നെ ദിനിലാൽ, അമൽ എന്നീ 3 സേനാംഗങ്ങൾ ഇറങ്ങി ഈ ഒരു പരിശോധന നടത്തി. അവിടെ നിന്നും മൃതദേഹം ഈ ബക്കറ്റിൽ, അതായത് ഈ എക്സ്കവേറ്ററിന്റെ ബക്കറ്റിൽ ആ മൃതദേഹം എടുത്തു. അതിനുശേഷം മുകളിലേക്ക് എത്തിച്ച ശേഷമാണ് ഈ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷം ഇപ്പോൾ മണിക്കൂറുകൾ, അതായത് ഒരു ദിവസം പിന്നിട്ട് വീണ്ടും മണിക്കൂറുകൾ പിന്നിട്ട ശേഷമാണ് ഇത്തരത്തിലൊരു രക്ഷാപ്രവർത്തനം നടത്തി ആ ദൗത്യസംഘം. അപ്പോൾ ആദ്യം ഒരാളുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ലഭിച്ചിരുന്നു. പിന്നീട് ഇപ്പോൾ രണ്ടാമന്റെയും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ ഇവിടെ എത്തിയിരുന്നു. അവരൊക്കെ തന്നെ വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി, പൊട്ടിക്കരയുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും നേരത്തെ തന്നെ ഒരു പരാതി ഉയർന്നത് ഈ ദൗത്യം വൈകുന്നു എന്നുള്ളതാണ്. അതായത് അതിനുവേണ്ട ഉപകരണങ്ങൾ ഇവിടേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. പിന്നീട് വൈകിട്ടോടുകൂടി, അതായത് 6 മണിക്ക് ശേഷം ആലപ്പുഴയിൽ നിന്നും ഈ പ്രത്യേകം സംവിധാനങ്ങളുള്ള ഈ ഒരു ലോങ് ബൂം എക്സ്കവേറ്റർ ഇവിടേക്ക് എത്തുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ആ മുകളിലെ പാറ നീക്കി ഈ ക്യാബിനിൽ നിന്നും മൃതദേഹം പുറത്തെടുത്തിരിക്കുന്നത്. എന്തായാലും നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകും. അതിനുശേഷം ബന്ധുക്കൾക്ക് ഈ മൃതദേഹം വിട്ടു നൽകുമെന്നാണ് കളക്ടർ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കളക്ടർ മറ്റൊരു കാര്യം പറഞ്ഞത്, ഈ ഉയർന്നിട്ടുള്ള പരാതികളിൽ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ്. ഈ കോറിയിൽ സംഭവിച്ചതിലും അതൊക്കെ തന്നെ വിശദമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് അറിയിച്ചത്. എന്തായാലും ഇത്രയും മണിക്കൂറുകൾ എടുത്തുകൊണ്ടാണ് ഈ NDRFന്റെയും ഫയർഫോഴ്സിന്റെ അംഗങ്ങൾ ചേർന്നുകൊണ്ട് ഈ തിരച്ചിലിനൊടുവിൽ രണ്ടാമത്തെ മൃതദേഹവും കണ്ടെത്തിയിട്ടുള്ളത്. പൂർണ്ണമായും ഹിറ്റാച്ചി തകർന്ന നിലയിലായിരുന്നു. അതായത് ഇത് ബെഞ്ച് മാർഗം, അതായത് ഈ ഒരു കോറി എന്ന് പറയുന്നത് ബെഞ്ച് പോലെയാണ് ഇവർ പാറ പൊട്ടിക്കുന്നത്. അപ്പോൾ ഓരോ ബെഞ്ചുകൾ കണക്കിനും ഈ വാഹനങ്ങൾക്ക് പോകുവാനുള്ള സൗകര്യമുണ്ട്. അത്തരത്തിൽ ആ ഒരു ബെഞ്ചിലൂടെ പോകുമ്പോഴാണ് മുകളിൽ നിന്നും പാറ പൂർണ്ണമായും ഈ ഇളകി ഈ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് പതിക്കുന്നത്. അവിടെ നിന്നും താഴത്തെ ബെഞ്ചിൽ നിന്നാണ് ആദ്യത്തെ ആളുടെ മൃതദേഹം കിട്ടിയത്. ഹിറ്റാച്ചിക്കുള്ളിലായിരുന്നു അജയ് റായുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ പരിശോധനയൊക്കെ നടത്തി. വളരെയധികം വെല്ലുവിളികൾ നേരിട്ടതായിരുന്നു. മഴ പെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ മുകളിൽ നിന്നും പാറകൾ ഇങ്ങനെ ഇളകി വീണുകൊണ്ടേയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അവിടേക്ക് ഇറങ്ങുന്നവർക്കും കൂടെ വലിയൊരു ഭീഷണിയാണത്. കാരണം അവിടെ ഇറങ്ങി നിൽക്കാൻ പറ്റില്ല. നിന്ന് കഴിയുമ്പോൾ തന്നെ മുകളിൽ നിന്നും പാറകൾ അടർന്നു വീഴുന്ന, കഴിഞ്ഞ ദിവസം 2 പ്രാവശ്യം പാറകൾ അടർന്നു വീഴുന്നു. അതോടൊപ്പം തന്നെ ഇന്നും രാവിലെ ഈ പാറകൾ അടർന്നു വീഴുന്നു. തുടർന്ന് ഈ തിരച്ചിൽ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വന്നു. മണിക്കൂറുകൾ അങ്ങനെ ഇവിടെ ദൗത്യ സംഘത്തിന് കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇവിടേക്ക് ഈ വാഹനം എത്തിയതും ഇപ്പോൾ തിരച്ചിൽ പൂർത്തിയായിട്ടുള്ളതും. എന്തായാലും ആ വാഹനങ്ങളുടെ, അതായത് ഹിറ്റാച്ചിയുടെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ താഴത്തെ ബെഞ്ചിലൂടെ, അതായത് ഈ മുകളിൽ ഈ അപകടം നടക്കുമ്പോൾ അതിനുശേഷം താഴെയുള്ള ബെഞ്ചിലൂടെ പോയിരുന്ന ഒരു ഹിറ്റാച്ചി, അതിൽ നിന്നും കഴിഞ്ഞ ദിവസം 2 പേരെ രക്ഷപ്പെടുത്തി പുറത്ത് കൊണ്ടുവന്നിരുന്നു. അത്തരത്തിൽ ആ ഹിറ്റാച്ചിയും കുടുങ്ങി തന്നെ കിടക്കുകയാണ്. എന്തായാലും ഇതൊക്കെ ഇനി ഈ പാറകളൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ വളരെ ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ. കാരണം എപ്പോഴാണ് ഈ മുകളിലുള്ള ബാക്കി പാറകൾ ഇങ്ങനെ താഴേക്ക് പതിക്കുക എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ദൗത്യ സംഘം പരിശോധന നടത്തുമ്പോൾ പോലും ഈ ഇളകി വീണുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എന്തായാലും ഇനി ഈ കോറിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വളരെയധികം പരാതികൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി. പ്രതിഷേധമുണ്ടാകുന്ന സാഹചര്യം. അടുത്തുള്ള വീടുകളൊക്കെ തന്നെ ഈ കോറി കാരണം വലിയ രീതിയിൽ അവരെയൊക്കെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ ഉന്നയിച്ച പരാതി. അത്തരം പരാതികൾ നിരന്തരമായി അധികൃതർക്ക് മുന്നിൽ എത്തിച്ചിട്ടും, അല്ലെങ്കിൽ അവർ എല്ലാ പ്രാവശ്യവും ഈ കാര്യം പറഞ്ഞിട്ടും അതൊന്നും കണ്ടില്ല എന്നുള്ള ഒരു പരാതിയാണ്. അതായത് അധികൃതർ ആ പരാതി വകവച്ചില്ല എന്നാണ്
നാട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണം. എന്തായാലും ഈ അപകടം കൂടെ ഉണ്ടായതോടെ ഈ പരാതികളിലൊക്കെ കൂടുതൽ ഒരു അന്വേഷണം നടത്തണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അധികൃതർ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ക്വാറിയുടെ പ്രവർത്തനം കാരണം ഈ ഭാഗത്തുള്ള വീടുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വരുന്നത്. അവിടെ ഇപ്പോൾ ഈ ക്വാറിയിൽ തൊഴിലാളികൾക്ക് പോലും ജീവൻ നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം. എന്തായാലും ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അല്ല അപ്പോൾ അധികൃതരൊക്കെ രാവിലെ തന്നെ ഈ ക്വാറിയെ, അതായത് ക്വാറി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പ്രതികരിച്ചത്. എന്തായാലും ഈ പരാതികളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു അന്വേഷണം ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഈ അജയ് റായുടെ ബന്ധുക്കൾ ഇവിടേക്ക് എത്തിയിരുന്നു. അവരൊക്കെ തന്നെ ഉച്ചയോടുകൂടി ആവശ്യപ്പെട്ടിരുന്നു ഈ തെരച്ചിൽ എത്രയും വേഗം നടത്തണമെന്നുള്ളത്. എന്നിട്ടും രാത്രിയായി എന്നുള്ളതാണ്. എന്നാലും ഈ ഒരു സമയമാണ് മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. കണ്ടെത്തി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ദേവിക. മനോജ്, അതോടൊപ്പം തന്നെ ജനീഷ് കുമാർ MLA-ക്കെതിരെയും വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യമുണ്ടല്ലോ. ഇപ്പോഴും മൃതദേഹം പുറത്തെടുത്തതിന് ശേഷം ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ജനരോഷം അവിടെ അവസാനിക്കുന്നില്ലല്ലോ. തീർച്ചയായും രാവിലെയൊക്കെ തന്നെ ഉന്നയിച്ച ഒരു പരാതി, അതായത് ജനപ്രതിനിധികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ഈ സ്ഥലം MLA പോലും ഈ സ്ഥലത്തേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. അന്വേഷിച്ചപ്പോൾ സ്ഥലം MLA ജില്ലയിൽ ഇല്ല എന്നതാണ് അറിയാൻ സാധിച്ചത്. അത്തരത്തിൽ ഇവിടെ ഒരു അപകടം നടന്നിട്ട് ഇവിടേക്ക് കൃത്യമായി എത്താൻ സാധിക്കാത്ത ആളുകളാണ് ഇവരൊക്കെ എന്നുള്ളതാണ് ഈ ജനങ്ങളുടെ പരാതി. കാരണം ഈ അപകടം നമുക്ക് എല്ലാ ജനങ്ങളും ഇത് വാർത്തകളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇതിനെപ്പറ്റി അറിയുന്നുണ്ട്. എന്നാലും സ്ഥലം MLA-ക്ക് ഇവിടേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്ന് ഇവിടെ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ്, അതായത് ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെ മറ്റ് MLA-മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഭരണകൂടത്തിന്റെ ഏതെങ്കിലും ചുമതലയിലിരിക്കുന്ന ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല എന്നാണ്. അതായത് ജില്ലാ കളക്ടർ, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എത്തുമ്പോഴും ജനപ്രതിനിധികളായിട്ടുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്തെന്ന് അന്വേഷിക്കണമെന്നുള്ളത് കൂടെ ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഈ ക്വാറി ഉടമയുമായി ഈ ഇത്തരത്തിൽ ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ബന്ധം കൂടെ ാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള പരാതികളൊക്കെ ഉയർന്നു നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ രണ്ടാമത്തെ മൃതദേഹവും കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ തന്നെ ഈ ക്വാറി, അതായത് വളരെ ഭീകരമായിട്ടുള്ള ഹെക്ടർ കണക്കിനാണ് ഇവിടെ ഈ പാറകളൊക്കെ പൊട്ടിച്ച് ഇത്തരത്തിൽ ഒരു പരിസ്ഥിതി സംബന്ധിച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്ന് ജനങ്ങളൊക്കെ പറയുന്നത് ശരിവെക്കുന്ന രീതിയിൽ, അതായത് സ്ഥലത്തു കൂടെ വരുന്ന റോഡുകളൊക്കെ തന്നെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇവിടെയുള്ള സാധാരണക്കാർക്ക് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചുകൊണ്ട് ഈ ക്വാറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളെയൊക്കെ തന്നെ അധികൃതർ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനു പിന്നാലെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഈ അപകടത്തിലൂടെയെങ്കിലും ഇവർ പഠിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. കാരണം ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നിടത്ത് പരാതികൾ ഇതിനു മുമ്പ് അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ടാകും. പക്ഷെ അതൊന്നും ാണ് അത് കൂടുതൽ ഈ അപകടങ്ങളിലേക്കൊക്കെ പോകുന്നത്. എന്തായാലും ഈ ക്വാറിയെ സംബന്ധിച്ചിടത്തോളം ഈ നിയമപരമായി ജനങ്ങൾ നിരവധിയായി പരാതി നൽകുന്നുണ്ട്. എന്നാലും ഇപ്പോൾ കളക്ടർ പറയുന്നത് അതിനെ പറ്റിയിട്ട് അന്വേഷണം നടത്തുമെന്നുള്ളതാണ്. എന്തായാലും നടക്കണമെന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. കാരണം ഈ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പാരിസ്ഥിതികമായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഈ ക്വാറി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തീർക്കുമെന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. ഇന്ന് നമ്മൾ രാവിലെയൊക്കെ കണ്ടതാണ്, ഇവിടെ അമ്മമാരടങ്ങുന്ന സംഘം എത്തിയിരുന്നു. അവരൊക്കെ ഇവിടെ ഈ പ്രദേശത്തൊക്കെ താമസിക്കുന്നവരാണ്. അവരൊക്കെ എത്തി ഇവിടെ പറയുന്നത്, അതായത് ഗുണ്ടകളാണ് ഈ ക്വാറി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അതായത് അവർ പറയുന്നത് വെച്ച് അവർ എന്തെങ്കിലും ഈ ക്വാറിക്കെതിരെ പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പരാതി നൽകിയാൽ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ നിലനിൽക്കുന്ന ഒരു ക്വാറിയാണ്. അവിടെയാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. 2 പേരുടെ ജീവനാണ് നഷ്ടമായിട്ടുള്ളത്. എന്തായാലും ഈ സംഭവത്തിൽ അന്വേഷണം വേണം. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ഇവിടെ ദൗത്യ സംഘം ഇപ്പോൾ ഈ കാര്യമൊക്കെ, അതായത് അവർ മണിക്കൂറുകളായി തുടർന്നുകൊണ്ടിരുന്ന മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഇനി മറ്റു കാര്യങ്ങളിലേക്കൊക്കെ, മറ്റു നടപടിക്രമങ്ങളിലേക്ക്. പത്തനംതിട്ട കോതി പാറമട അപകടത്തിൽ കുടുങ്ങിക്കിടന്ന രണ്ടാമത്തെ ആളുടെ മൃതദേഹവും പുറത്തെടുത്തിരിക്കുന്നു. ഹിറ്റാച്ചി ഡ്രൈവറായ ബീഹാർ സ്വദേശി അജയ് റായുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഹിറ്റാച്ചിയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. മനോജാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.